പാചകവാതക വില വർധനവിനെതിരെ കോഴിക്കോട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പ്രതിഷേധം. കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ഭൂരിഭാഗം ഹോട്ടലുകളും അടഞ്ഞുകിടന്നു. പാചകവാതക വില വർധനവ് പിൻവലിച്ചില്ലെങ്കിൽ സമരം കടുപ്പിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. ഇനി ഞങ്ങൾ ശക്തമായി പ്രതികരിച്ചപ്പോൾ ഞങ്ങൾക്ക് 10% തന്നു, 20% തന്നു, ഇപ്പോൾ 70% ഗ്യാസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എങ്ങനെ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ കഴിയും? അപ്പോൾ അവർ തന്നെ ഞങ്ങളോട് പറയുന്നു, നിങ്ങൾ മറ്റ് പ്രതിനിധികൾ ചെയ്യണം. അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ പണ്ട് ഉപയോഗിച്ച വിറകിലേക്ക് പോകണമെന്നാണ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് പറഞ്ഞത്. ആ അന്തരീക്ഷമാണോ ഇന്ന് നമ്മുടെ ഹോട്ടലുകളിലുള്ളത്? ആ അന്തരീക്ഷത്തിൽ ഇത് ഹോട്ടൽ നടത്താൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സമരം ഇന്നൊരു സൂചന മാത്രമായി നിങ്ങൾ കണ്ടാൽ മതി. ഇല്ലെങ്കിൽ കേരളത്തിലെ 25 ലക്ഷത്തോളം വരുന്ന വ്യാപാരികളെ ഏകോപിച്ചുകൊണ്ട് തന്നെ അനിശ്ചിതകാല സമരം നടത്തുവാൻ ഞങ്ങൾ തയ്യാറാകേണ്ടി വരും.